ബെന്യാമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാരണം, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു അബ്രഹാം വർഗീസിൻ്റെ ന്യൂയോർക്ക് ടൈംസിലെ ലേഖനത്തിൽ ബെന്യാമിൻ്റെ പുസ്തകം മാത്രമാണ് മലയാളത്തിൽ പ്രധാനമായിട്ട് മാധവേട്ടൻ്റെ ഒരു പുസ്തകം. അപ്പോൾ വന്നിട്ടുള്ളൊരു പരാമർശം മാത്രമാണ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ജേണലിൻ്റെ ആ സൈറ്റിലെടുത്ത് നോക്കിയാൽ നമ്മളെ പ്രധാനപ്പെട്ട ഒ വി വിജയൻ നോക്കിയാൽ കിട്ടത്തില്ല, വൈക്കം മുഹമ്മദ് ബഷീർ നോക്കിയാൽ കിട്ടത്തില്ല എന്നുള്ളൊരു സത്യമാണ്. ഇവരൊക്കെ മരിച്ചപ്പോഴും ഇൻ്റർനാഷണൽ ലെവലിലൊന്നും വലിയ റിപ്പോർട്ട് ചെയ്തില്ല. ഇന്നലെ BBC MT വാസുദേവൻ മരിച്ച് വലിയൊരു ലേഖനമായിട്ട് കൊടുത്തിട്ടുണ്ടെന്നൊരു വലിയ കാര്യം. അപ്പോൾ ശ്രദ്ധ വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരുപക്ഷെ ഇംഗ്ലീഷിലേക്ക് വരികയും ഒരുപാട് വായിക്കപ്പെടുകയും ചെയ്ത എല്ലാ കൃതികളും ഇംഗ്ലീഷിലേക്ക് വരുന്ന ഒരു എഴുത്തുകാരൻ എന്നതിൽ ഇതിനെ എങ്ങനെയാണ് ബെന്യാമിൻ കാണുന്നത് എന്നുള്ളത്? നമ്മളിൽ നിന്ന് വിശ്വസാഹിത്യകാരന്മാരില്ല എങ്കിലും നമ്മളിൽ നിന്ന് വിശ്വസാഹിത്യം ഉണ്ടാവുന്നുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാനിവിടെ കൂടിയിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ കാണുന്നത്. കാരണം വിശ്വസാഹിത്യം വായിച്ച് അതിനോടൊപ്പം മലയാളവും വായിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുമ്പിൽ ഇരിക്കുന്നത്. അത് പരിഭാഷയിലൂടെ ആയിരിക്കാം, ഇംഗ്ലീഷിലൂടെ ആയിരിക്കാം. നിരന്തരം ഈ വായനാ സമൂഹം ലോകത്തിലുള്ള എല്ലാ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരാണ്. അത് മറ്റെവിടെയുമുള്ള സാഹിത്യ സമൂഹത്തേക്കാൾ പ്രബുദ്ധരാണ് മലയാളികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിലേക്ക് നിങ്ങൾ മലയാള ഭാഷയിൽ ഒരു സാഹിത്യം മുന്നോട്ട് വെക്കുമ്പോൾ, രചന മുന്നോട്ട് വെക്കുമ്പോൾ അത് വിശ്വസാഹിത്യത്തിനോടൊപ്പം എത്തുന്നതല്ല എങ്കിൽ ഈ ജനസമൂഹം അത് സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഓരോരുത്തരും ഒരു പുസ്തകം വായിക്കുന്നത് നമ്മൾ ഇന്നോളം വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ടാണ്. താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിലല്ലായിരിക്കാം, പക്ഷേ അബോധമായി നമ്മുടെ ഉള്ളിൽ ഒരു താരതമ്യം നടക്കുന്നുണ്ട്. ഈ താരതമ്യം നടത്തിക്കൊണ്ട് പിന്നെയും മലയാള സാഹിത്യം ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പുതിയ സാഹിത്യം ഞങ്ങൾ ഇഷ്ടമാണ്, എം മുകുന്ദൻ്റെ കൃതികൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, KR മരിയയുടെ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, NS മാധവൻ്റെ കൃതികൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് മലയാളി പറയുന്നുണ്ടെങ്കിൽ അതിന് വിശ്വോത്തരമായ ഒരു നില ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പിന്നെ എന്തുകൊണ്ട് മറ്റ് ഇടങ്ങളിലേക്ക് പോകുന്നില്ല, മറ്റ് ഭാഷകളിലേക്ക് പോകുന്നില്ല എന്നതായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ ഒരു ചർച്ചയുടെ പ്രധാനപ്പെട്ട കേന്ദ്ര വിഷയം എന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ പോലും നമ്മൾ അവിടെ ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മാധവൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തകഴിയുടെ നോവൽ, ബഷീറിൻ്റെ കൃതികൾ എത്രയോ അധികം ഭാഷകളിൽ. ഞാൻ കറാച്ചിയിൽ ചെന്നപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത്, നീ ബഷീറിൻ്റെ നാട്ടിൽ നിന്നാണോ വരുന്നത്, നീ ബഷീറിനെ കണ്ടിട്ടുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എത്രയോ കാലം മുമ്പേ ബഷീർ പാകിസ്ഥാനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷം സ്വിറ്റ്സർലൻഡിൽ ചെന്നപ്പോൾ അവിടെ ബഷീറിൻ്റെയും മുകുന്ദേട്ടൻ്റെയും കൃതികൾ ഫ്രഞ്ച് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് വളരെ ഇൻറ്റീരിയറായി സ്വിറ്റ്സർലൻഡിലെ ഒരു ലൈബ്രറിയിൽ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ എന്നോടൊപ്പം എൽ സാൽവദോറിൽ നിന്നുള്ള ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നുള്ള രചയിതാക്കളാണ് ഇവരെന്ന് പറഞ്ഞപ്പം അവർ ആ പുസ്തകം എടുത്ത് അതുകൊണ്ട് വായിച്ചിട്ട് പറഞ്ഞു, അത് ഉജ്ജ്വലമായ കൃതിയാണല്ലോ, ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ വായിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. അപ്പം ബഷീറിനെ നമ്മളെപ്പോഴും പറയുന്നത് ബഷീറിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത പ്രയാസമുള്ള എഴുത്തുകാരനാണെന്ന് പറഞ്ഞിട്ട് പോലും ഫ്രഞ്ചിൽ വായിച്ചിട്ട് ഇത് ഉജ്ജ്വലമായ കൃതിയാണെന്നോ എന്ന് പറയുമ്പോൾ അവർ എത്രയോ ഫ്രഞ്ച് ഭാഷയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് 4 ഭാഷ അറിയാവുന്നതാണ്, സ്പാനിഷ് അറിയാം, ഫ്രഞ്ച് അറിയാം, ഇറ്റാലിയൻ അറിയാം, ഇംഗ്ലീഷ് അറിയാം. അത്രയും ഭാഷകളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ബഷീറിനെ വായിച്ചിട്ട് പറയുകയാണ് ഇത് ഉജ്ജ്വലമാണെന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും തെളിവുണ്ട്. നമ്മുടെ ഭാഷ കുറേ കൂടി മികച്ചതാണ്, നമ്മുടെ രചനകൾ കുറേ കൂടി മികച്ചതാണ് എന്നതിൻ്റെ തെളിവുണ്ട്. പക്ഷേ മാധവൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാഷകൾക്ക്, നമ്മുടെ കൃതികൾക്ക് വേണ്ടത്ര പരിഭാഷകൾ വേണ്ട വിധത്തിലുണ്ടാവുന്നില്ല. നമുക്ക് അതുപോലെയുള്ള പ്രസാധകരെ ലഭിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പുസ്തകം UK പോവുക എന്ന് പറയുന്നത് ഏതാണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയാണ്. ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ട്, നമ്മുടെയൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രസാധകർ പെൻഗ്വിനാണ് അല്ലെങ്കിൽ ഹാർപ്പർ കോളിൻസാണ്. ഇവരുടെ തന്നെ സഹസ്ഥാപനങ്ങളാണ് UK അമേരിക്കയും ഉള്ളത്. നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ ഒരു പുസ്തകം ഒന്ന് വായിച്ചു നോക്കാൻ പോലും അവരുടെ എഡിറ്റോറിയൽ ബോർഡ് തയ്യാറാവുന്നില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൃതിയാണ്, ഇവിടെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട കൃതിയാണ്, സിനിമ വന്ന കൃതിയാണ്, ആടുജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ സിനിമ വന്ന കൃതിയാണെന്ന് പറഞ്ഞിട്ട് പോലും അവരെ ഒന്ന് ഒരു തവണ വായിച്ചു നോക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അത് ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരു ചിന്താപദ്ധതിയുടെ കുഴപ്പമാണ്. കാരണം ഇന്ത്യൻ
സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ഇംഗ്ലീഷിൽ എഴുതപ്പെടുന്ന സാഹിത്യം മാത്രമായിരുന്നു എന്നൊരു ധാരണ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു ദീർഘകാലം. ഇപ്പോൾ VS നൈപ്പോളിനെ പോലെ, സൽമാൻ റുഷ്ദിയെ പോലെ ആൾക്കാരൊക്കെ അതിൻ്റെ പ്രചാരകരായിരുന്നു. അവർ നിരന്തരം ഇന്ത്യൻ ഭാഷകൾ മുഴുവൻ മോശമാണ്, ഇവിടെ നിന്ന് എഴുതുന്ന സാഹിത്യം മുഴുവൻ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നതാണ്. പക്ഷെ വളരെ അടുത്ത കാലത്തായിട്ടാണ്, ഒരു 10 വർഷമായിട്ടായിരിക്കും ഒരു പക്ഷേ പ്രാദേശിക ഭാഷകളിൽ നല്ല കൃതികൾ ഉണ്ടാവുന്നുണ്ട് എന്ന ഒരു ബോധ്യം ഇന്ത്യയിലെ ഇംഗ്ലീഷ് പ്രസാധകർക്ക് പോലും ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത്. അതൊരു ചെറിയ ചുവടുവെപ്പാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒരു പക്ഷേ JCB പോലെ ഒരു പുരസ്കാരത്തിൽ നമ്മുടെ കൃതികളൊക്കെ പരാമർശിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവിടെ വിജയം നേടുകയോ ഒക്കെ ചെയ്യുന്നത്. ഇത് ഈ യാത്ര അടുത്ത 10 വർഷം കൂടി കഴിയുമ്പോഴേക്കും കുറേ കൂടി മുന്നേറുകയും UK യിലും US ലുമുള്ള പ്രസാധകർ നമ്മളെ തേടി വരുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ മികച്ച സാഹിത്യം എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. MT എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ട്രാൻസ്ലേഷനെ കുറിച്ച് ആലോചിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന സാധനം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ എനിക്ക് പലപ്പോഴും പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അതുപോലെ എഴുത്തുകാരനും പരിഭാഷകനും തമ്മിലുള്ള ബന്ധം അതൊക്കെ പ്രധാനപ്പെട്ട. അതിലൊരു കാര്യം ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാം. തീർച്ചയായിട്ടും പുതിയ കാലത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകഭാഷയെക്കുറിച്ച്, ലോക വായനക്കാരെക്കുറിച്ച് വളരെ ജ്ഞാനമുള്ള പരിഭാഷകർ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ പരിഭാഷകൾ നിർവഹിച്ചിട്ടുള്ള ഷഹനാസ് ഹബീബ് ന്യൂയോർക്കിലിരുന്ന് സാഹിത്യം എഴുതുകയും അവിടുത്തെ ഭാഷ മനസ്സിലാക്കുകയും ചെയ്തു. അവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽക്കാരോട് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതണമെന്ന് വിചാരിച്ച് അത്തരത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനുണ്ടാവുന്ന ഒരു പരിഭാഷ മൂല്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. ജയശ്രീ മിശ്രയെ പോലെ ഒരാൾ, ജയശ്രീ കളത്തിനെ പോലെ ഒരാൾ UK യിലിരുന്നു കൊണ്ട് നമുക്ക് മലയാള ഭാഷയിൽ നിന്നൊരു പുസ്തകം പരിഭാഷപ്പെടുത്തുമ്പോൾ അതിന് കിട്ടുന്ന ഗ്രാവിറ്റി വളരെയേറെയാണ് എന്ന് ഞാൻ കരുതുന്നു. 2 എഡിറ്റർമാരുടെ സാന്നിധ്യമാണ്. നമ്മൾ ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അകംഭാവവും വെച്ചു പുലർത്തേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഡിറ്റേഴ്സ് ചെയ്യുന്നത് നമ്മളെ വെട്ടിത്തിരുത്തുകയല്ല, നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർ നിരന്തരം കോറികൾ അയച്ചുകൊണ്ടേയിരിക്കും. 13-ാം പേജിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കാണുന്നു, ഇതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ 23-ാം പേജിൽ കാണുന്ന ഈ ഭാഗം കുറേ കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതല്ലേ? ചില ഭാഗങ്ങൾ ഒരു അന്തർദേശീയ വായനക്കാരന് ഒട്ടുമേ റിലേറ്റ് ചെയ്യാത്ത സാധനങ്ങളാണ്, അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞുകൂടെ? ഇങ്ങനെ ചില സാധ്യതകളാണ് അവർ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അവർ നമ്മളെക്കാൾ വലിയ വായനക്കാരാണ് എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് മലയാളത്തിലൊരു എഡിറ്റിങ്ങിന് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും വായനയുള്ള ഒരാൾ നമ്മുടെ അപ്പുറത്തുണ്ട് എന്ന് തോന്നിയാൽ ചിലപ്പോൾ നമ്മൾ അവരെ കൊണ്ട് എഡിറ്റ് ചെയ്യിക്കും. ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാത്തത് നമ്മൾക്ക് മുകളിൽ ബൗദ്ധികമായി നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുന്ന ഒരവസ്ഥത്തിലാണ്. ഇംഗ്ലീഷ് എഡിറ്റേഴ്സ് ചെയ്യുന്നത് അതാണെന്നാണ് ഞാൻ കരുതുന്നത്. അവർ നമ്മളെ വെട്ടാൻ നിർബന്ധിക്കുകയല്ല, നമ്മളോട് തന്നെ നമ്മുടെ കൃതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ എഡിറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞത് അത് എൻ്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ അത് വളരെ ഗുണകരമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനതിന് യാതൊരു തരത്തിലുള്ള ഈഗോയും വെച്ച് പുലർത്താത്ത ആളാണ്. ഞാനും പരിഭാഷകനും തമ്മിൽ അല്ലെങ്കിൽ പരിഭാഷയും തമ്മിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം MD ഇവിടെ പറഞ്ഞതുപോലെ അവരെഴുതിയേക്കുന്ന ഇംഗ്ലീഷിൽ മേൽ ഗഹനമായ പഠനം നടത്താനും മാത്രം ബുദ്ധിയൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് അവരിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ആ പുസ്തകം അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു സാധാരണ വായനക്കാരൻ എന്ന നിലയിൽ വായിച്ചു നോക്കുക മാത്രമാണ് അത് ചെയ്യുന്നത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. 2, ഇവരെല്ലാം പറഞ്ഞതിൽ നിന്ന് കൂടി ചേർത്ത് നമ്മുടെ ലോകസാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത് നിശ്ചയമായിട്ടും ഇനി നമ്മുടെ സാഹിത്യം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അത് വിപണിയുടെ കാര്യം തന്നെയാണ്. ഈ അസെൻറ്റ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് മാർക്കേസിൻ്റെ പുസ്തകം എങ്ങനെയാണ് ലോകസാഹിത്യത്തിൽ വൻ വിജയമായി തീർന്നത് എന്നതിനെ സംബന്ധിച്ച് 21 രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള ഒരു പഠനമാണ്. എങ്ങനെയാണ് അവർ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തെ ഒരു വിശ്വസാഹിത്യമായി വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് എന്ന്. അതിനകത്ത് നിരൂപകർക്ക് പങ്കുണ്ട്, പരിഭാഷകർക്ക് പങ്കുണ്ട്, ഏജൻറ്റുമാർക്ക് പങ്കുണ്ട്, വിദേശ പബ്ലിഷേഴ്സിന് പങ്കുണ്ട്, സർക്കാർ ഏജൻസികൾക്ക് പങ്കുണ്ട്. സർക്കാർ വലിയ തുക മുടക്കിയിട്ടാണ് അവരുടെ സ്പാനിഷ് സാഹിത്യം ലോക സാഹിത്യത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ ഗൗരവമായി ഇറങ്ങിപ്പുറപ്പെടുന്നത്. ഒരു 20 വർഷത്തെ നിരന്തരമായ അധ്വാനത്തിന് ശേഷമാണ് മാർക്കേസിന് നോബൽ സമ്മാനത്തിലേക്ക് എത്തപ്പെടുന്നത്. അതൊരു ഒരു 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 വലിയ
പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ മാർക്കേസിന് നോബൽ സമ്മാനം കിട്ടുകയായിരുന്നില്ല. അതിനകത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഏകാന്തതയുടെ 100 വർഷങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് യൂറോപ്പിലെ 8 വ്യത്യസ്ത ലാംഗ്വേജുകളിൽ അതിൻ്റെ ഓരോ ചാപ്റ്ററുകൾ പബ്ലിഷ് ചെയ്തു. 20ഓളം നിരൂപകരെ കൊണ്ട് അതിനെ സംബന്ധിച്ച് നിരൂപണം എഴുതിച്ചു യൂറോപ്യൻ ലാംഗ്വേജുകളിൽ. പല വലിയ എഴുത്തുകാരെ കൊണ്ടും ഇതാ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വലിയൊരു നോവൽ വരാൻ പോകുന്നു, ഇതുവരെയുള്ള നോവൽ എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഒരു വലിയ ബൂം ഉണ്ടാക്കിക്കൊണ്ടാണ് ലാറ്റിൻ അമേരിക്കൻ ബൂം എന്ന് പറയുന്ന അതിലുണ്ടാവുകയും അതിൻ്റെ തുടർച്ചയായി മാർക്കേസിന് നോബൽ സമ്മാനം കിട്ടിയെന്ന് മാത്രമല്ല ഒരു വലിയ നിര എഴുത്തുകാർ പിൽക്കാലത്ത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. നമ്മളൊക്കെ അവരുടെ വായനാ പ്രേമികളായി മാറ്റുകയും ചെയ്തത്. ഇത് സത്യത്തിൽ ഇന്ന് കൊറിയയിലും സംഭവിക്കുന്നുണ്ട്. ഹാങ്കാന് നൊബേൽ സമ്മാനം കഴിഞ്ഞ വർഷം കിട്ടിയത് ചുമ്മാതെ കിട്ടിയതല്ല. കഴിഞ്ഞ 10-15 വർഷമായി അവർ നിരന്തരം നടത്തിയിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായി നടത്തിയാണ്. നമ്മുടെ നാട്ടിലൊരു പുസ്തകം പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവനെ കൊലവിളിക്കാനാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഇവൻ പ്രചരണത്തിൻ്റെ ആളാണടി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇവിടെ ഇറങ്ങും. പുസ്തകം ഒരു പ്രോഡക്റ്റാണ്, അത് വിൽപ്പന ചെയ്യാനുള്ളതാണ്, പ്രചരണം കൊടുക്കാനുള്ളതാണ് എന്ന് മലയാളിക്ക് ബോധ്യം വരുന്നു. അന്ന് മലയാള സാഹിത്യം ലോക സാഹിത്യത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതാ ചിന്താഗതി നമ്മൾ മാറ്റിമറിക്കണം. അടുത്തത് മലയാള സാഹിത്യം നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികളൊന്നുണ്ട്, അത് കൂടി പറയാം. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിൽ നിന്ന് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരിൽ നിന്ന് നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അരുന്ധതി റോയ് എഴുതിയത് യഥാർത്ഥത്തിൽ ഒരു മലയാള നോവലാണ്. ഇംഗ്ലീഷിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. മലയാളത്തിൻ്റെ സംസ്കാരം, ജീവിതം, ഭാഷ എല്ലാത്തിനെയും അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അരുന്ധതി റോയ് നോവൽ എഴുതിയത്. ഇപ്പോൾ കവനൻ്റ് ഓഫ് വാട്ടർ വായിക്കുക, അതൊരു മലയാള നോവലാണ്. ഇംഗ്ലീഷിൽ എഴുതുകയും അമേരിക്കയിൽ ബെസ്റ്റ് സെല്ലറായി തുടരുകയും ചെയ്യുന്ന ഒരു നോവലായി മാറി. ദീപക് ഉണ്ണികൃഷ്ണൻ്റെ ടെമ്പററി പീപ്പിൾ വായിച്ചാൽ അവർക്ക് പിന്നെ ആടുജീവിതം വായിക്കേണ്ട കാര്യമില്ല. കാരണം ഗൾഫിൽ നിന്നൊരാൾ ഇംഗ്ലീഷിൽ ഒരു നോവൽ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ സഹറുവിൻ്റെ നോവൽ വന്നു, സഹറു കണ്ണനാരിയുടെ നോവൽ വന്നു. ഇപ്പോൾ കാർത്തികൊക്കെ എളുപ്പമാണ്, പരിഭാഷകരെ കണ്ടുപിടിക്കേണ്ട, എഡിറ്റ് ചെയ്യേണ്ട ഒന്നും വേണ്ട, ഡയറക്റ്റ് ഇംഗ്ലീഷിലേക്ക് മലയാളത്തിൻ്റെ സാധനം കിട്ടിക്കൊണ്ടിരിക്കുക. ഇവരോട് ഇനി നമ്മൾ മത്സരിക്കാൻ പോവുകയാണെന്നുള്ളതാണ് നമ്മൾ എഴുത്തുകാർക്കിടയിൽ ഞങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന എന്ന്. അവരോട് ഞങ്ങൾ മത്സരിച്ച് വേണം വരും കാലത്ത് എഴുതാൻ. ചെറുപ്പക്കാർ ധാരാളമായി ഇംഗ്ലീഷിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതൊരു വിധത്തിൽ മലയാളത്തിന് ഗുണമാണ്. കാരണം മലയാളം എന്ന ഭാഷ ഉണ്ട് എന്ന് അച്ഛ എന്നും അമ്മ എന്നും. ഇപ്പോൾ കവനൻ്റ് ഓഫ് വാട്ടറൊക്കെ വായിച്ചാൽ എന്തുമാത്രം മലയാളം. അമേരിക്കയിൽ ഇരുന്ന് എബ്രഹാം മൊറീസിനെ പോലെ എഴുതുന്ന നോവലിൽ മുഴുവൻ മലയാളം വാക്കുകളാണ്, മലയാള സംസ്കാരമാണ്, ഇവിടുത്തെ ജീവിതമാണ് പറയുന്നത്. ടാനിയ ജെയിംസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ ഉണ്ട്. ടാനിയ ജെയിംസിൻ്റെ നോവലുകളിലും ഇതുപോലെ നിരന്തരം മലയാളത്തിൻ്റെ കടന്നുവരവുണ്ട്. ടാനിയ ഞാൻ ഒരിക്കൽ ജയ്പൂരിൽ വെച്ച് കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് അവർ ഇംഗ്ലീഷ് എഴുത്തുകാരിയാണെന്ന്. അതുവരെ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്തോ പറഞ്ഞപ്പോൾ അവർ അയ്യോ എന്നോ എൻ്റെ അമ്മയെന്നോ എന്തോ ഒരു വാക്ക് പറഞ്ഞു. പിന്നെ പുറത്തിറങ്ങി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ മാതാപിതാക്കൾ അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ്, ഞാൻ മലയാളിയാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വിദേശത്തേക്ക് പോയിട്ടുള്ള ചെറുപ്പക്കാർ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ എഴുതുന്നവരൊക്കെ നമ്മുടെ സാഹിത്യത്തെ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. അവരോടാണ് ഇനി ഒരു പക്ഷേ മലയാള സാഹിത്യം മത്സരിക്കാൻ പോകുന്നത് എന്ന ഒരു ആദി കൂടി ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളിങ്ങനെയൊക്കെ പോയി. പുതിയ ചെറുപ്പക്കാർക്ക് പ്രശ്നമാണ്. പ്രശ്നം എഴുത്തുകാരുടേതല്ല, പ്രശ്നം വായനക്കാരുടേതാണ്. പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബ്രാൻഡിങ് നടക്കുന്നുണ്ട് പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം വലിയ രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർ ഇപ്പോൾ ലോകത്തിൻ്റെ വലിയ മേളകളിൽ, ഇപ്പം ഫ്രാങ്ക്ഫർട്ടിലൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാവും. കൊളംബിയയുടെ പവലിയൻ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷേ ഇന്ത്യൻ പവലിയൻ എന്ന് പറയുന്നത് എപ്പോഴും ശുഷ്കിച്ച്, മലയാളത്തിന് അങ്ങനെ ഒരു സാന്നിധ്യം പോലും ഇല്ല എന്നുള്ളത് അതൊരു വളരെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആണെന്ന് പറയുമ്പോഴും നല്ല പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. വായനക്കാരൻ എന്തായാലും തീരുമാനിക്കണം നല്ലതാണോ എന്നുള്ളത്. ഇപ്പോൾ ബെന്യാമിൻ പറഞ്ഞിടത്ത് തന്നെ ഞാൻ പറയാം, മലയാളത്തിൽ അൺഎഡിറ്റഡായ ബെന്യാമിനെ വായിക്കുന്ന അതേ സമൂഹം ഈ ലോക സാഹിത്യത്തെ വായിച്ച ഇംഗ്ലീഷ് സമൂഹവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാണ് ബെന്യാമിൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മലയാള സാഹിത്യം അതിന് മോശമാവില്ല. പക്ഷെ അവിടെ ഒരു ചെറിയ മലയാളിയുടെ ഒരു കനിവുണ്ട്, നമ്മുടെ നാട്ടുകാരനല്ലേ. അതുകൊണ്ട് മലയാള സാഹിത്യം നമ്മൾ അത്ര ക്രിട്ടിക്കലായി കാണൂല എന്നുള്ളത് കൊണ്ടായിരിക്കും ഇംഗ്ലീഷ് സാഹിത്യം. അത് സുധീറിനോട് ഞാൻ യോജിക്കത്തില്ല. ഒരു വായനക്കാരനോ അയ്യോ ബെന്യാമിൻ പാവമാണ് 2 പേജ് കൂടുതൽ വായിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അവരുടെ സമയം നന്നായെങ്കിൽ മാത്രമേ. അങ്ങനെയാണെങ്കിൽ അവരെല്ലാം ഈ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയണമായിരുന്നു, ആരും പറയാറില്ല. അപ്പോൾ മലയാള ഭാഷയോടും സ്നേഹിതം, ഇപ്പം നമ്മുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ മെച്ചപ്പെട്ടതല്ലെങ്കിലും നമ്മുടെ ആളല്ലേ എന്ന രീതിയിലുള്ള ഒരു കരുതൽ മലയാള സാഹിത്യത്തിനോട് യൂണിവേഴ്സൽ സാഹിത്യം വായിച്ച് ആസ്വദിക്കുന്ന മലയാളിക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്.